ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു ഇഫ്താർ വ്ളോഗായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ തറവിക്കാലത്തെ പുള്ളിയൊക്കെ മാത്രം കൂടിയിട്ടുള്ള ഒരു ഇഫ്താറാണ്. അങ്ങനെതാ എല്ലാം റെഡി ആയിരുന്നു കേട്ടോ. ഞാൻ എത്തുമ്പോൾ തന്നെ 6:30 മണിയാവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഒരു ലാസ്റ്റ് പ്ലേറ്റിലേക്ക് ഇങ്ങനെ പറക്കി വെക്കൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സ്നാക്സായിട്ട് സമൂസയും ഇറാനിപ്പോളിയാണ് എന്നിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ എല്ലാം റെഡിയാക്കിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഇതുപോലെ കുറച്ച് സെറ്റപ്പ് അവർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ സർവത്തായിട്ടുണ്ടായിരുന്നത് ബത്തക്ക റോസ സിറപ്പും പിന്നെ കസ്കസ് സിറത്താണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. സിറത്തെല്ലാം നമ്മൾ ബോയ്സ് കേട്ടോ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി സിറത്ത്, ഐസ് ക്യൂബ് അങ്ങനെ വലുതന്നെ ഇടിയോട് അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നിലത്ത് പായ വിരിച്ചിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. സുപ്രാവും പായെല്ലാം വിരിച്ചിട്ട് നിലത്താണ് കേട്ടോ എല്ലാവരും ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരാളെ ആയിട്ട് ഫൈനലായിട്ട് വന്നതാണ് ഒരാളാണ് കേട്ടോ ഇത്. അങ്ങനെ എല്ലാം റെഡിയാക്കിയിട്ട് നമ്മൾ സുപ്രയെല്ലാം വിരിച്ചിട്ട് ഒരാളെ ഓരോന്ന് കൊണ്ടുവെക്കാൻ കഴിഞ്ഞ് നമുക്ക് ഈ ടൈം ആകുമ്പോൾ റെഡിയാവുമെന്ന് വിചാരിച്ചിട്ടാ. പക്ഷേ ബാങ്ക് കൊടുക്കുന്ന സമയം നമുക്ക് ഏകദേശം എല്ലാം റെഡിയാണ് കേട്ടോ. നല്ല സെറ്റപ്പിൽ തന്നെ എല്ലാം ഓരോരാൾക്കുള്ള ഓരോ പ്ലേറ്റിലെല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലിതാ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായില്ലേ, കാണാൻ നല്ല രസമുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇഫ്താർ വരുന്ന ഇതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇഫ്താർ വരുന്ന ആക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇരുന്നില്ലെങ്കിൽ നമുക്ക് പ്ലേസ് സെറ്റാവുമെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഇരുന്ന് സെറ്റാക്കി ഫസ്റ്റ് പിള്ളേർ തന്നെ ഇരുത്തിന് കേട്ടോ. ഒരു സൈഡിൽ എല്ലാവരും ഇരുന്ന് പിന്നെ ബാങ്കിൻ്റെ ടൈമായിട്ടാ. അപ്പം അങ്ങനെ എല്ലാവരും ഒരാളെ ഇരുന്നിട്ട് എല്ലായിടത്തും എല്ലാം എത്തിനാന്നും കൂടി നോക്കുന്നുണ്ടായിരുന്നു. ഇത് ചട്ടഞ്ചാല് കുഞ്ഞാൻ്റെ മോളെ പോരേട്ടാ. കുഞ്ഞാൻ്റെ മോൾ അതും ഒരു പുള്ളിയാണ്. പുള്ളീൻ്റെ പോലെ തന്നെ നേട്ടാ നമ്മൾ മീറ്റപ്പ് വെച്ചിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ എല്ലാ മാസം നമ്മൾ ഇങ്ങനെ എല്ലാവരും ഒന്നിച്ച് കൂടലുണ്ട്. അത് എല്ലാവരും ഒന്നിച്ചാണ് കൂടുന്നുണ്ടായിരുന്നത്. പിന്നെ ഇത് ഇപ്പോൾ ഇഫ്താറാകുമ്പോൾ എല്ലാവർക്കും വരാൻ സൗകര്യപ്പെടില്ലാന്ന് വെച്ചിട്ട് ഞങ്ങൾ പുള്ളിയൊക്കെ മാത്രം ഇഫ്താർ മീറ്റ് ആക്കിയാണ് കേട്ടോ. പക്ഷേ ബാക്കിയുള്ളവരൊക്കെ വിളിച്ചായിരുന്നു, പക്ഷെ ആരും വന്നിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഏകദേശം എല്ലാം റെഡി ആയിട്ട് എല്ലാവരും ഇരുന്നിന്. അങ്ങനെ ഒരാളെ കൊണ്ടുവച്ചിട്ടായി ഇരുന്നിട്ടുമായി. അങ്ങനെ അടിപൊളിയായിട്ട് നമ്മൾ ഇഫ്താറിന് വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫ്ലോപ്പ് ആവുമെന്നൊക്കെ വിചാരിച്ച് ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ വന്നല്ലേ, 2-3 ദിവസം നല്ല മഴ എല്ലായിടത്തും ഓരോ സ്ഥലത്ത് ഓരോ ദിവസമായിട്ട് മഴ ഉണ്ടായത് കൊണ്ട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മഴ ഉണ്ടാവുമെന്ന് വെച്ചിട്ട്. പക്ഷേ അൽഹംദുലില്ലാ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും വന്നില്ല. അങ്ങനെ ബാങ്ക് കൊടുത്തിട്ട് എല്ലാവരും നോമ്പ് തുറക്കുന്നുണ്ട്. അൽഹംദുലില്ലാ അങ്ങനെ ഞങ്ങളെ 13ാമത്തെ നോമ്പ് നമ്മൾ ചട്ടഞ്ചാല് എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് തുറന്നിട്ടാ. പിള്ളേർ ചെറിയ ചോട്ട പിള്ളേർക്കെല്ലാം നോമ്പുണ്ടായിരുന്നു. വെള്ളിയാഴ്ച ആയതുകൊണ്ട് എല്ലാവരും നോമ്പെടുത്തിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ അതിൻ്റെ ക്ഷീണമെല്ലാം എല്ലാവർക്കും നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയിൽ എത്ര ക്ഷീണത്തിൻ്റെ ഇടയിലും എല്ലാവരും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തിട്ട് ഒന്നിച്ചു കൂടിയിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ നല്ലൊരു അടിപൊളി ഇഫ്താറായിരുന്നു. നമ്മൾ ഉള്ളത് വെച്ചിട്ട് ഇതുപോലെ ഒന്നിച്ചു കൂടിയിട്ട് ഇഫ്താറാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കട്ടെ. കാരണം നല്ല രസമുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവർക്കും അപ്പുറം ഇപ്പുറം ജ്യൂസ് കൊടുത്തിട്ടും പിന്നെ പള്ളിയിലത്തെ കഞ്ഞി ഉണ്ടായിരുന്നു കേട്ടോ. ചേരൂരിൽ ഫേമസ് ആയിട്ടുള്ള പള്ളിക്കഞ്ഞി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അതും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അസ കൊണ്ടുവരുന്നത് ഇതാണ് കേട്ടോ. എല്ലാവർക്കും പള്ളിക്കഞ്ഞിനെ കൊണ്ടുപോയി ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നു. അടിപൊളി പള്ളിക്കഞ്ഞി കേട്ടോ. ഞാൻ ഇതുവരെ കുടിച്ചതിൽ വെറ്റ് ഏറ്റവും ബെസ്റ്റ് പള്ളിക്കഞ്ഞിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി കുടിച്ചിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് കുടിച്ചിട്ട് നമുക്ക് ക്യാമറേൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്നിട്ടാകുമ്പോൾ എനിക്കൊരു സമാധാനമായി. അങ്ങനെ എല്ലാവരും പള്ളിക്കുഞ്ഞി ബാക്കിയുള്ള സ്നാക്സ് എല്ലാം ഷെയർ ആക്കുന്നുണ്ട് കേട്ടോ. അതിൽ ആർക്കും തയ്യാതൊന്നും ആയിട്ടൊന്നുമില്ല, എല്ലാവർക്കും കറക്റ്റായിട്ടുണ്ടായിരുന്നു. കുറച്ച് ജ്യൂസ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഹെൽപ്പാക്കിയിട്ടാണ് കേട്ടോ എല്ലാം ചെയ്തിട്ട്. ആരും വിട്ടിട്ട് അങ്ങനെ പോയിട്ടൊന്നുമില്ല. എല്ലാം ഏകദേശം എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ട് അപ്പുറം ഇപ്പുറം എല്ലാം എടുത്തിട്ട് വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് റെഡിയാക്കിയിട്ട് തന്നെ കേട്ടോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരും എല്ലാം പെട്ടെന്ന് എടുത്ത് വെച്ചിട്ട് എല്ലാവരും മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കാൻ ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാം വുളൂ ചെയ്തിട്ട് പുരയിൽ തന്നെ എല്ലാവരും നിസ്കരിച്ചിട്ടാ ഒന്നിച്ചാക്കിയിട്ട്. അങ്ങനെ ബാക്കിയുള്ള ആണുങ്ങളെല്ലാം അടുത്ത് തന്നെ പള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പള്ളിക്ക് പോയിട്ട് നിസ്കരിച്ചിട്ട് അങ്ങനെ ആ ഒരു റെഡിയിലേക്ക് വേണ്ടിയിട്ട് എല്ലാവരും പോകുന്നുണ്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. നല്ലോണം ചൂടുണ്ടായിട്ട് വലിയ തണുപ്പുണ്ടായിട്ട് അന്ന് അത്യാവശ്യം നല്ലതിൽ നമ്മൾ നോമ്പ് തുറന്നിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ നോമ്പെല്ലാം തുറന്നിട്ട് നിസ്കരിച്ചിട്ട് എല്ലാവരും ഓരോരോ സൈഡിൽ നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി അടിപൊളിയായിട്ടില്ലേ, അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ ഇന്നത്തേത്. അങ്ങനെ ഇതുപോലെ ആരെങ്കിലും നോമ്പ് തുറയാക്കിയിട്ട് നിങ്ങൾ ആരൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞങ്ങൾക്ക് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഒത്തുകൂടിയൊരു നോമ്പ് തുറ വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് നടക്കും തോന്നാത്ത കാരണം ഏജായക്ക് നോമ്പിൻ്റെ സമയത്തൊക്കെ വരാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ ഫൈനലി എല്ലാം കഴിഞ്ഞിട്ട് നിസ്കാരെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന കേട്ടോ. നെയ്ച്ചോറും ചിക്കൻ കറി, പത്തൽ,
ചിക്കന് ചാറും വാങ്ങി തന്നെ രണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചത് കുഞ്ഞാൻ്റെ മോളെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവർക്കൊരു ബിഗ് താങ്ക്സ് ആണ്. കാരണം നമുക്ക് നോമ്പിന് വേണ്ടിയിട്ട് അവരെല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. ബാക്കി ജൂക്സും സ്നാക്സൊക്കെ നമ്മൾ റെഡിയാക്കിയെങ്കിലും ഫുഡ് ഐറ്റംസ് എല്ലാം പുരക്കാർ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നോമ്പ് നോക്കിയിട്ട് അതും കൂടി നമുക്ക് റെഡിയാക്കി തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനത്തെ ഫൈനലി എല്ലാവരും ഇരുന്നിട്ട് ഭക്ഷണം ഒന്നിച്ച് ഇരുന്നിട്ട് കഴിക്കലാണ് കേട്ടോ. അടിപൊളിയായിട്ട് കഴിച്ച് പിള്ളേരും വലിയ ആളെല്ലാവരും ഇരുന്നിട്ട് അങ്ങനെ ഇരുന്നിട്ട് വെച്ചാണ് കേട്ടോ. അപ്പോൾ ആർക്കും ഉള്ളിലാർക്കും വയ്ക്കാൻ താല്പര്യം ഉണ്ടായിട്ട് അതുകൊണ്ട് എല്ലാവരും പുറത്ത് തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ ഒന്നിച്ചിരുന്നിട്ട് ഡിസംബറിനോട് ഇങ്ങനെ ഫുഡ് കഴിക്കലാണ്. ഒരാളെ നോമ്പ് തുറപ്പിക്കുന്നത് ഒരു പുണ്യമുള്ള കാര്യമെങ്കിലും എല്ലാവർക്കും ഭയങ്കര മടിയാണ് നോമ്പ് തുറപ്പിക്കാൻ ഉണ്ടാക്കാൻ ഭയങ്കര മടി. അത് എല്ലാവർക്കും ഷെയർ ആക്കാനും ക്ലീൻ ചെയ്യാനുള്ള മടിയെന്ന് വെച്ചിട്ട് കുറേ ആൾ പിന്നിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരും ഒന്നിച്ച് നിന്നിട്ട് ഇങ്ങനത്തെ ഒരു നോമ്പിനെല്ലാം കഴിക്കുന്നത് ഭയങ്കര കഥയുള്ള കഥ തന്നെയാണ് കേട്ടോ. നല്ലോണം മടിയുണ്ടെങ്കിലും ഇതുപോലെ എല്ലാവരും ഒരു നോമ്പെങ്കിലും ഇതുപോലെ ഒന്നിച്ചിരുന്നിട്ട് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നോക്കാം. നമ്മൾ ഏകദേശം എല്ലാ കൊല്ലവും ഇതുപോലെ എങ്ങനെയെങ്കിലും ആയിട്ട് നോമ്പ് തുറക്കലാണ് കേട്ടോ. ഏതെങ്കിലും ഫാമിലിയിൽ നിന്നായിട്ട് എങ്ങനെയെങ്കിലും ആയിട്ട് ഒന്നിച്ച് നിന്നിട്ടൊരു നോമ്പ് തുറ എല്ലാ കൊല്ലവും ഉണ്ടാവാറുണ്ട്. ഫൈനലി എല്ലാവർക്കും ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ. ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി എല്ലാവർക്കും ഷെയറാക്കി. സ്കൂപ്പും ഉണ്ടായിരുന്നു, ഇതുപോലത്തെ കോൺ ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും എല്ലാവർക്കും ഷെയറാക്കിയിട്ട് കൊടുത്ത് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം അങ്ങനെയെല്ലാം ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഐസ്ക്രീം കഴിച്ച് ഫുഡെല്ലാം കഴിച്ചിട്ട് റെഡിയായതിന് ശേഷം ഫൈനലി ബാക്കി ഉണ്ടായിരുന്നത് ജ്യൂസാണ് കേട്ടോ. ഇത് റോബ്സ്റ്റർ സർബത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ബാക്കിയുണ്ടെല്ലാം ബോട്ടിൽസിലാക്കി ആവശ്യമുള്ളവർ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് അത്രയ്ക്കും ഒന്നും വേസ്റ്റ് ആക്കാണ്ട് വെച്ച് ഫൈനലി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സഭ പിരിഞ്ഞിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.